നമ്മുടെ മക്കൾ നമ്മുടെ കൺകുളിർമകളായി വളരണം. നമ്മൾ അവരെ അങ്ങനെ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം വേണം. അവരിൽ നിന്നുള്ള സന്തോഷം അത് നിലനിൽക്കണമെങ്കിലും അതുണ്ടാവണമെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ മക്കൾ അവർ അവരുടെ പ്രായം 7 വയസ്സ് ആകുന്നത് വരെ അവരോട് ഉച്ചത്തിൽ ശബ്ദമിട്ട് സംസാരിക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നാം ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്ത് അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിനെ, സ്വഭാവത്തെ ഒക്കെ അത് ബാധിക്കുന്നുണ്ട്. ആ ഷൗട്ടിങ് കാരണം അവരുടെ മൈൻഡ്, അവരുടെ ചിന്താശേഷി വരെ സ്തംഭിച്ച് അവരുടെ ബുദ്ധിക്ക് വരെ തകരാറ് സംഭവിക്കാൻ കാരണമുണ്ട് എന്ന് മനഃശാസ്ത്ര വിശാരദന്മാർ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ എന്ന നിലക്ക് കുട്ടികളോട് അല്ലെങ്കിൽ എന്തെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ ഷൗട്ട് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്കിലും കാടടച്ച് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവുന്നതിന് വളരെ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്ത് സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. കുട്ടികളുടെ ബുദ്ധിപരമായ മനസ്സിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അവരോടുള്ള പെരുമാറ്റ രീതികളിൽ ചെറുപ്പകാലങ്ങളിൽ ആ മക്കളോട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ 7 വയസ്സ് മുതലാണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും 10 വയസ്സിന് ശേഷമാണ് അവരെ അടിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ 7 വയസ്സ് വരെ കുട്ടികളോടൊപ്പം കളിക്കുകയും അതിന് സമയം കണ്ടെത്തുകയും ചെയ്യുക. ശേഷം മാത്രം 10 വയസ്സിന് ശേഷമാണ് ചെറിയ ശിക്ഷാരീതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നല്ല രീതിയിൽ പഠിക്കുന്ന നല്ല ഭാവിയുള്ള മക്കളാക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.